നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. പഞ്ചമിതിഥി അപ്ഡേറ്റ് പറയാം. ഇനി 1 ഡേ കൂടെ ടൈമുള്ളൂ. അതിനുള്ളിൽ വരുന്ന പേരുകൾ മാത്രമേ എനിക്ക് എടുക്കാൻ കഴിയുള്ളൂ. നാളെയാണ്, അതായത് 2/2/2025 സൺഡേ. നാളെ ഞായറാഴ്ചയാണ് പഞ്ചമി. ഇന്ന് രാത്രി, അതായത് 1-ാം തീയതി ശനിയാഴ്ച രാത്രിയോടുകൂടി പേര് കൊടുക്കേണ്ട സമയം കഴിയും. ഇതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻസ് തുടർന്ന് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം. എന്നാൽ പുതുതായിട്ട് വരുന്നവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. ഞങ്ങൾക്കും കൂടെ ഇതിൽ പേരുകൾ കൊടുക്കണം എന്തെന്ന് അറിയില്ല. അങ്ങനെയുള്ളവർ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ നിങ്ങൾക്ക് ഓൾ ഇൻഫർമേഷൻസും റിപ്ലൈ ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. എന്താണ് ഏതാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിക്കൊള്ളുക, അറിഞ്ഞോളുക. അത്യാവശ്യമെന്ന് തോന്നിയാൽ നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ്. ശരിയാ? അതുപോലെ പേരുകൾ കൊടുക്കുന്നവർ ഫസ്റ്റിൽ പേര്, നക്ഷത്രം, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ എഴുതിയിടുക. പിന്നെ മസ്റ്റായിട്ട് നിങ്ങൾ ഏത് നാട്ടിൽ നിന്നാണ്, നിങ്ങളുടെ സ്ഥലപ്പേര്, എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത് വോയിസിൽ മെസ്സേജായിട്ട് ഇട്ടോളുക. മറക്കാതെ ഏത് നാട്ടിൽ നിന്നെന്നുള്ളത് വച്ചോളുക. ഇനി നമുക്ക് വീഡിയോയ്ക്കുള്ളിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ മീൻസ് ഒത്തിരി പവർഫുള്ളായ പഞ്ചമി തിഥിയിൽ ചെയ്യേണ്ട ഒരു വഴിപാടിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ഓരോരുത്തരെ എടുത്തു വച്ച് നോക്കിയാൽ ആരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നവരായിരിക്കില്ല. ഇതുവരെയും നമ്മൾ അനുഭവിച്ച കഷ്ടങ്ങൾ എല്ലാം മതി, ഇതുവരെയും കരഞ്ഞത് മതി. ഇനി വരുന്ന കാലമെങ്കിലും നമുക്ക് നല്ലതായിട്ട് വന്നു ചേരണം, സന്തോഷമായിട്ട് ജീവിക്കണം എന്നതിലേക്ക് വേണ്ടി വരാഹിയമ്മയുടെ അടുത്ത് ചെറുതായിട്ടൊരു നേർച്ച വച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിപാടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അമ്മയുടെ സവിശേഷപ്പെട്ട ഒരു വാചകം, അമൂല്യവാക്യം എന്ന് പറയാം ഇതിനെ. നിങ്ങൾ ഒരു ആപത്തായ സിറ്റുവേഷനിലിരിക്കുന്നു, ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സഹായം വേണം. ആ സമയത്ത് ഈ ഒരു വാചകം ചൊല്ലിയാൽ മതി, നിങ്ങൾക്ക് ഇരിക്കുന്ന ഇടത്തിലിരുന്ന് തന്നെ സൊല്യൂഷൻ കിട്ടും. നമ്മുടെ ചാനലിൽ തന്നെ ഓൾറെഡി ഞാൻ ലെമൺ വെച്ച് പരിഹാരം ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കിക്കൊള്ളുക. ഈ വഴിപാടിന് വന്നിട്ട് ലെമൺ വേണം, പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്, പഴുക്കാത്തത് വേണം. അതായത് പച്ച കളറ് ലെമൺ, പച്ച ലെമണാണ് വേണ്ടത്. മനസ്സിലാക്കിക്കൊള്ളുക. പഴുത്ത മഞ്ഞോ കളർ ലെമൺ അല്ല, പഴുക്കാത്ത പച്ച കളറ്. ഇത് ഒത്തിരി പവർഫുള്ളായിട്ട് വർക്കൗട്ടാകുന്ന ഒരു മെത്തേഡാണ്. വീണ്ടും ഓർമ്മപ്പെടുത്താം, ഈ വഴിപാട് ചെയ്യുന്നതിന് പച്ച ലെമൺ, അതായത് പഴുക്കാത്ത പച്ച കളറിലുള്ള പച്ച നാരങ്ങയാണ് വേണ്ടത്. പച്ച ലെമൺ വെച്ച് നമ്മൾ പരിഹാരം ചെയ്യുമ്പോൾ ഇത് പഴുത്ത് അത് ചുളിഞ്ഞ് അളിഞ്ഞ് മാത്രമല്ല അത് കാഞ്ഞു പോയി, അതായത് അത് ഉണങ്ങിപ്പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഒരു വിടുതൽ കിട്ടും. അമ്മ നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു വഴി തുറന്നു തരും. ചില പേർ വന്നിട്ട് ജോലിക്ക് പോകുന്നവർ, അവർ വെളിയൂരിലിരിക്കുന്നവരാണ്. സഡൻലി അവർക്ക് പച്ച നാരങ്ങയൊന്നും കിട്ടില്ല. ഈ പച്ച നാരങ്ങ തേടി പോകുന്നതും വളരെ കഷ്ടമാണ്. എന്നാൽ പഴുത്ത യെല്ലോ കളറിലുള്ള നാരങ്ങ എല്ലായിടത്തിലും കിട്ടും. പച്ച നാരങ്ങ റെയറായിട്ടേ കിട്ടത്തുള്ളൂ. ഇത് വന്നിട്ട് ഒത്തിരി കഷ്ടമെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഈ മെത്തേഡ് ചെയ്യുമ്പോൾ അമ്മയുടെ ആ മഹാവാചകം എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ലെമൺ യൂസ് വേണ്ട. മാക്സിമം നിങ്ങൾ ലെമൺ കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്യുക. ലെമൺ കിട്ടിയില്ലെങ്കിൽ വിട്ടേക്കുക. കിട്ടിയാൽ അത് വാങ്ങി വെച്ച് പരിഹാരം ചെയ്തോളുക. കിട്ടാത്തവർക്ക് വേറെ വഴിയില്ല. അങ്ങനെയുള്ളവർ ജസ്റ്റ് ഈ വാക്യം മാത്രം ചൊല്ലിയാൽ മതി. ചാൻസ് കിട്ടിയിട്ടും അത് ചെയ്യാതെ ഇരിക്കാൻ പാടില്ല. അതിനാൽ തീർച്ചയായും ചെയ്തോളുക. ഇപ്പോൾ ലെമൺ ഇല്ലെന്ന് വെച്ചിട്ട് നിങ്ങളിത് ചെയ്യാതെ ഇരിക്കണ്ട. അതിൻ്റെ ഫലം എന്നത്, നാരങ്ങയുടെ സവിശേഷത എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പച്ച നാരങ്ങയെയും പഴുത്ത നാരങ്ങയെയും രാജക്കനിയായിട്ടാണ് കണക്കാക്കുന്നത്. പല വകയിലും
നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് ഒരു ഹെൽപ്പ് ചെയ്തു തരും ഈ ചെറുനാരങ്ങ എന്നത്. അതിനാലെയാണ് പലവിധ താന്ത്രികത്തിനും നാരങ്ങ ഒത്തിരിയായിട്ട് യൂസ് ചെയ്യപ്പെടുന്നത്. അതിനാൽ ഈ പരിഹാരം ചെയ്യാനൊരു ചാൻസ് കിട്ടുക എന്നുള്ളത് റെയറാണ്. പച്ചനാരങ്ങ കിട്ടുന്നത്. എന്നാൽ അങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നവർ തീർച്ചയായും ഈ കാര്യം ചെയ്തു കൊള്ളുക. എന്താ ചെയ്യണമെച്ചാൽ ഒരു 5 പച്ച ചെറുനാരങ്ങ എടുത്തോളുക. എന്നിട്ട് ഓരോ ലെമണിലും ഞാൻ പറയുന്ന ഈ മാന്ത്രിക വാർത്ത പിന്നൊന്ന് റിപ്പീറ്റഡ്ലി ഞാൻ പറയാം. നിങ്ങൾ ഏത് മാതിരി ആപത്തിലും കഷ്ടപ്പെട്ട മനസ്സിലേ ഇരുന്നാലും ഉടനെ അത് ഒരു പോസിറ്റീവ് റിസൾട്ട് തരുന്ന മാജിക്കായ ഒരു വാക്യമാണിത്. ഈ 5 ലെമണിലും നിങ്ങൾ ഈ മാന്ത്രിക വാക്യം എഴുതുക. നിങ്ങളിപ്പോൾ പിക്ചറിൽ നോക്കിക്കൊള്ളുക. വാക്യം ഇതാണ്: സിദ്ധ ജിഹ്വാസ്തം, സിദ്ധ ജിഹ്വാസ്തം, സിദ്ധ ജിഹ്വാസ്തം. മനസ്സിലാക്കിക്കൊള്ളുക. ഒന്നുകൂടെ പറയാം: സിദ്ധ ജിഹ്വാസ്തം. ഓരോരോ പച്ച നാരങ്ങയിലും പച്ച കളറ് പെൻ കൊണ്ട് നിങ്ങളിങ്ങനെ സിദ്ധ ജിഹ്വാസ്തം എന്ന് എഴുതി വയ്ക്കുക. പ്രശ്നമില്ലാത്തവരായിട്ട് ആരുമില്ല. നിങ്ങൾക്ക് മനസ്സിലെന്തെങ്കിലും തീരാത്ത കഷ്ടങ്ങൾ, നിറയെ പേർക്ക് ചില നേരം നമ്മൾ അപ്സെറ്റായിട്ട് ഇരിക്കും. അയ്യോ എന്താ ഇങ്ങനെ, കഷ്ടം കഷ്ടം കഷ്ടം, പ്രശ്നം പ്രശ്നം പ്രശ്നം, എന്തെന്നേ ഇല്ല, എനിക്ക് സഹിക്കാൻ വയ്യ എന്ന മാതിരി മനസ്സ് നമുക്ക് ഭയങ്കര ടയേർഡായിട്ട് നമ്മൾ ഇരുന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ബട്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഈ പരിഹാരം ചെയ്താൽ വരാഹിയമ്മ നിങ്ങൾ എന്താഗ്രഹിച്ചു ചെയ്യുന്നുവോ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നടത്തി തരും. പിന്നെ വേറൊന്ന്, പഞ്ചമി തിഥിയിലാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ അടുത്ത പഞ്ചമി തിഥി വരുന്നതിന് മുന്നേ നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ കോരിക്കൈ വച്ചത് കൃത്യമായിട്ടും നടന്നിരിക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. പഞ്ചമി തിഥിയിൽ ഇത് ചെയ്താൽ അമ്മയുടെ അനുഗ്രഹം 10 മടങ്ങ് നിങ്ങൾക്ക് കിട്ടുമെന്നാണ്. അമ്മയുടെ കാതിൽ നിങ്ങൾ പറയണം: അമ്മയുടെ പാദത്തിൽ എല്ലാം ഞാൻ അർപ്പിക്കാം, അമ്മയാണ് എനിക്ക് തുണ, അമ്മ എന്നെ രക്ഷിക്കണം, എന്നെ അമ്മ നോക്കിക്കൊള്ളണം എന്ന് പ്രാർത്ഥിച്ച് ഈ മഹാവാക്യം നിങ്ങൾ 5 ലെമണിലും എഴുതി വച്ചോളുക. പച്ചനിറ പേന കൊണ്ട് തന്നെ എഴുതുക. അത് നിബുള്ള പെന്നോ മാർക്കറോ സ്കെച്ച് പെന്നോ ഏതോ നിങ്ങൾക്ക് ഏതാ കിട്ടുന്നത് അത് വെച്ച് എഴുതിക്കോളുക. സോ ഇത് എഴുതിയ ലെമൺ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ പൂജ അറയിൽ തന്നെ വെച്ചോളുക. ഇതോടെ ശക്തി ഏത് അളവിന് ഇരിക്കുമെന്നാൽ അത് കാഞ്ഞ് മീൻസ് ഉണങ്ങിപ്പോകുന്നതിനു മുന്നേ ആയിട്ട് നിങ്ങൾ എന്തിനു വേണ്ടി ഈ വഴിപാട് ചെയ്തോ അതിനൊരു ആൻസർ നിങ്ങൾക്ക് വരാഹിയമ്മ തരും. നീ കേട്ടത് ഞാൻ ചെയ്തു, അങ്ങനെ അമ്മ തന്നിട്ട് പോയിരിക്കും. മനസ്സാലെ വിശ്വാസത്തോടെ നിങ്ങളിത് ചെയ്തോളുക. അതുപോലെ ഫ്രണ്ട്സ്, ഇതുവരെയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ. ഇതിലിനി നിങ്ങൾക്ക് ഡൗട്ട് വരാം, ഈ വഴിപാട് നമ്മൾ ചെയ്യണമല്ലോ, ഇതിന് എന്തെങ്കിലും റൂൾസ് ഇരിക്കുന്നുണ്ടോ, എന്ത് ചെയ്യണം, എല്ലാം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടാവും. അതെല്ലാം പറഞ്ഞു തരാം. ഈ വഴിപാട് വന്നിട്ട് നിങ്ങൾ പച്ച നാരങ്ങ കിട്ടി ആ ലെമൺ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ശുദ്ധപത്തമായിട്ട് ഇരുന്നിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ദാറ്റ് മീൻസ് പീരീഡ്സ് ടൈമിൽ ചെയ്യരുത്, നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് ചെയ്യരുത്, പുലവാലായ്മ ഉള്ളപ്പോൾ ചെയ്യരുത്. ബട്ട് വെളിയിലാണ് ഇരിക്കുന്നത്, നിങ്ങൾ എബ്രോഡോ അങ്ങനെ എവിടെയെങ്കിലും ആണ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് വീഡിയോ കണ്ടു, നിങ്ങളുടെ കയ്യിൽ യാതൊന്നും തന്നെ ഇല്ല, എന്നാൽ എനിക്കും ഈ വഴിപാട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് കരുതുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിലിരുന്ന് ഈ മഹാവാക്യം പറഞ്ഞാൽ മാത്രം മതി. ഈ മഹാവാക്യം എത്ര തവണ ചൊല്ലണമെന്ന് കേട്ടാൽ കുറഞ്ഞത് 11 തവണ നിങ്ങൾ ചൊല്ലണം. അതോടെ ഫലം ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വന്ന് ഭവിക്കും. 11 തവണയിൽ നിങ്ങൾ ആരംഭിക്കുക. എന്നിട്ട് നിങ്ങളെ കൊണ്ട് എത്ര തവണ ചൊല്ലാൻ പറ്റുന്നുവോ അത്രയും നിങ്ങൾക്ക് ചൊല്ലാം. 108 1008 നിങ്ങൾക്ക് എത്ര ചൊല്ലാൻ പറ്റുന്നുവോ അത്രയും നിങ്ങൾ ചൊല്ലിക്കോളുക. പഞ്ചമി തിഥി തീരുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ കുറഞ്ഞത്
11 തവണയെങ്കിലും ചൊല്ലുക. നല്ല ഒരു പോസിറ്റീവ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് പഞ്ചമി തിഥിയിൽ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് വിശേഷപ്പെട്ട ദിവസമാണ് ശനിയാഴ്ച. സാറ്റർഡേയോ ട്യൂസ്ഡേയോ ഫ്രൈഡേയോ അല്ലെങ്കിൽ സൺഡേയോ ഏതോ ഒരു ദിവസം നിങ്ങളിത് ചെയ്തോളുക. ഏത് ദിവസമാണ് നിങ്ങൾക്ക് കംഫർട്ടബിളാണ് എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ടൈം കിട്ടുന്ന ദിവസം ചെയ്ത് നോക്കിക്കൊള്ളുക. അമ്മയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഒന്നുമില്ല, ഒരു ദീപം മാത്രം വെച്ച് വഴിപാട് ചെയ്യുന്നവരാണെങ്കിലും ഈ മഹാവാക്യം 108 തവണ ദീപം വച്ചിട്ട് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. നിങ്ങളുടെ കുടുംബത്തിന് ഒത്തിരി നന്മ തരുന്ന ഒരു മഹാവാക്യമാണിത്. അതായത് ഈ മഹാവാക്യത്തിന് വന്നിട്ട് അത്രയ്ക്കും പവറുണ്ട്. ഇത് ചെയ്യേ ഒരു ഡിഫറൻസ് നിങ്ങൾക്കേ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അത്രയ്ക്കും പോസിറ്റീവായിട്ടുണ്ട് എന്ന രീതിക്ക് നിങ്ങൾക്കേ നിങ്ങളുടെ കണ്ണാലെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സമാധാനം വന്നു ചേരും. എല്ലാം നമുക്ക് നമ്മുടെ കൈകളിൽ വരുമെന്ന ഒരു വിശ്വാസം നമുക്ക് നേടിത്തരും ഈ മഹാവാക്യം. പഞ്ചമി തിഥിയിൽ ഈ വാക്യം മിസ് ചെയ്യാതെ നിങ്ങൾ യൂസ് ചെയ്തോളുക. പഞ്ചമി തിഥിയിൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ വേറെ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്തോളുക. പഞ്ചമി തിഥി മിസ് ചെയ്യാതിരിക്കുക. ഈ ലെമൺ വന്നിട്ട് നിങ്ങൾക്ക് പൂജാറയിൽ വയ്ക്കാം. അതല്ലാച്ചാൽ അമ്മയുടെ ശിലയോ ഫോട്ടോയോ ഉള്ളവർ അതിൽ മാല കോർത്ത് അമ്മയ്ക്ക് ചാർത്തിക്കോളുക. പഞ്ചമി തിഥി തീരും മുന്നേ പറ്റുമെങ്കിൽ ചെയ്തോളൂ. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ കരുതി ചെയ്തോളുക. തീർച്ചയായും അത് നടക്കും. വരാഹിയമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും. മാസത്തിൽ ഒരു ദിവസമെങ്കിലും വരാഹിയമ്മയ്ക്ക് നിങ്ങളിങ്ങനെ ഈ വഴിപാട് ചെയ്തോളുക. ഇപ്പോൾ പെട്ടെന്ന് ചെയ്യാനായിട്ടേ നമുക്ക് പച്ച നാരങ്ങ കിട്ടാതെ വരികയുള്ളൂ. എന്നാൽ നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കടയിൽ പറഞ്ഞു വെച്ച് വാങ്ങാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്തോളുക. ഇനി ഇത് ചെയ്യേണ്ട സമയം എന്നാൽ രാത്രി 8 മണിക്ക് മേലെയോ 9 മണിക്ക് മേലെയോ 10 മണിക്ക് മേലെയോ, അതായത് പഞ്ചമി തിഥി ഉണ്ടല്ലോ. പഞ്ചമി തിഥി അല്ലാത്ത ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് മേലെ ഒരു 12 മണിക്കുള്ളിൽ നിങ്ങൾ ചെയ്തോളുക. പഞ്ചമി തിഥി ആയിരിക്കുന്ന ദിവസം പഞ്ചമി ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് മേലെ പഞ്ചമി തിഥി തീരുന്നതിന് അകത്ത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്തിനാ, ഒരു അരമണിക്കൂർ നിങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്താൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്ന കാര്യം കൃത്യമായിട്ടും അമ്മ നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് വെച്ച് തരുന്നത് പോലെ കിട്ടിയിരിക്കും. മനസ്സ് വിട്ട് എല്ലാ കാര്യവും അമ്മയോട് തുറന്ന് പറഞ്ഞ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തു നോക്കൂ. ഈ വാക്യം നാരങ്ങ കിട്ടിയില്ലെങ്കിലും ഈ വാക്യം നിങ്ങൾ ഉച്ചരിച്ച് നോക്കുക. അതിൻ്റെ ബലം വരുന്നത് അത്രയ്ക്കും നമുക്ക് അൺപ്രഡിക്റ്റബിൾ എന്ന് തന്നെ പറയുന്ന അളവിനായിരിക്കും. പിന്നെ ഈ വാക്യം നിങ്ങൾക്ക് പറയാൻ വരുന്നില്ല, അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ലെമണിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾ വരാഹി അമ്മ അങ്ങനെയെങ്കിലും എഴുതുക. വരാഹി അമ്മയേ ശരണം, പുയൽ നങ്കയേ ശരണം, അപരാജിതേ ശരണം, ഇങ്ങനെ നിങ്ങൾ ചൊല്ലിക്കൊള്ളുക. ഇതുവേ ധാരാളം. ചില പേർക്ക് ഇങ്ങനെയുള്ള വാക്കുകൾ വായിൽ വരത്തില്ല പറയാനായിട്ട്, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓം വരാഹി അമ്മയേ എന്ന് പറഞ്ഞ് അമ്മയ്ക്കൊരു അർച്ചന ചെയ്താലും നിങ്ങൾക്ക് നല്ല മാറ്റം വരും നിങ്ങളുടെ ജീവിതത്തിന്. വരാഹി അമ്മയ്ക്ക് വഴിപാട് ചെയ്യുന്നവർക്ക് അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. ഒരിക്കലും അമ്മ വിട്ടു പോകത്തില്ല. ഞാനിതൊന്നും പുതുതായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മളിൽ മിക്ക പേർക്കും അറിയാം വരാഹി അമ്മ ആരാണ്, അമ്മയുടെ പവർ എന്താണ് എന്നെല്ലാം ഒട്ടുമിക്ക പേരും മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. നിന്ന ഇടത്തിൽ നിന്ന് സംസാരിക്കുന്ന ഒരു ദൈവമാണ് മഹാവരാഹിയമ്മ. സോ മനസ്സാലെ അമ്മയെ വിശ്വസിച്ച് നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം ചെയ്തോളുക. നമ്മൾ അമ്മയെ പൂർണ്ണ വിശ്വാസത്തോടെ ചോദിക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റ് വന്നിട്ട് ഒത്തിരി അതിശയമായിട്ട് അമ്മ കാണിച്ചു തരും. നിങ്ങളെയും മേറി വിശ്വാസം അമ്മയുടെ മേൽ വച്ചോളുക. പറഞ്ഞല്ലോ, നമ്മൾ എഴുതിയ ഈ ലെമൺ ഒന്നുകിൽ പൂജ അറയിൽ വയ്ക്കുക, അതല്ലാച്ചാൽ അമ്മയുടെ ശിലയുള്ളവർ അതിൽ മാല കെട്ടി ഇടുക. എന്നിട്ട് ഇത് കാഞ്ഞതിനപ്പുറം ഈ മാല എന്ത് ചെയ്യണച്ചാൽ, ഈ ലെമൺ എന്ത് ചെയ്യണച്ചാൽ കാൽപ്പെടാത്ത ഇടത്തിൽ എറിഞ്ഞു കളയുക. മനസ്സിലായോ? ഇതെല്ലാം നിങ്ങൾ ഓർത്ത് ചെയ്തോളുക.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ ചോദിച്ചോളുക. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി, ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.